നമസ്കാരം. നിയമപരമായിട്ടുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന യുവരാഷ്ട്രീയ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം നിർണായകമായ ഒന്ന് തന്നെയാണ്. അറസ്റ്റിനുള്ള വിലക്ക് റദ്ദാക്കുമോ എന്ന സുപ്രധാനമായ ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. നേരത്തെ അദ്ദേഹത്തിന് ലഭിച്ച മുൻകൂർ ജാമ്യം സർക്കാർ ആവശ്യപ്രകാരം കോടതി പുനഃപരിശോധിക്കുന്നതിലൂടെയാണ് ഈ രാഷ്ട്രീയ നിയമ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ പൊതുരംഗത്ത് സജീവമായിരുന്ന ഒരു നേതാവിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. ഇന്ന് കോടതി കൈക്കൊള്ളുന്ന തീരുമാനം അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെയും നിയമപരമായിട്ടുള്ള നിലനിൽപ്പിനെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നായിരിക്കും. ഈ കേസിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷമായിരിക്കും അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. നിയമപരമായിട്ടുള്ള നടപടികൾക്കൊപ്പം തന്നെ കേരള പോലീസിൻ്റെ നീക്കങ്ങളും ഈ വിഷയത്തിൽ ശ്രദ്ധേയമായി നിലനിൽക്കുന്നുണ്ട്. കേസുകൾക്ക് ശേഷം 13 ദിവസത്തോളം ദക്ഷിണേന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തുന്നതിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായിട്ട് അദ്ദേഹം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. നിലവിൽ അടൂരിലെ വസതിയിൽ നിന്നും അദ്ദേഹം പുറത്തിറങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഷാഡോ പോലീസ് സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ സ്കൂട്ടറിൽ ക്ഷേത്ര ദർശനത്തിനായിട്ട് പുറപ്പെട്ട അദ്ദേഹത്തെ പോലീസ് സംഘം പിന്തുടരുന്ന കാഴ്ചയാണ് കാണാനായത്. ഇത് ഈ നിരീക്ഷണത്തിൻ്റെ തീവ്രത വെളിവാക്കുന്നതാണ്. യാത്രയുടെ ഉദ്ദേശം നിരീക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചതിനാലാണ് പോലീസ് പിന്നാലെ പോയതെങ്കിലും ഈ നീക്കങ്ങൾ പോലീസിൻ്റെ ദൗർബല്യമായി ചില കോണുകളിൽ നിന്നും വിമർശനം ഉയർത്താനായിട്ട് കാരണമായി മാറിയിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ നിലനിൽക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടം പൊതുരംഗത്തെ സജീവമായിട്ട് പ്രതികരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം പാലക്കാട്ടേക്ക് പോകുമെന്നുമായിരുന്നു അദ്ദേഹം അറിയിച്ചത്. കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകരെ കണ്ട ശേഷമാണ് അദ്ദേഹം അടൂരിലെ വീട്ടിൽ തിരിച്ചെത്തിയത്. അറസ്റ്റ് ചെയ്യാനുള്ള വിലക്ക് സംബന്ധിച്ച കോടതി തീരുമാനം വരാനിരിക്കെ അന്വേഷണ സംഘം ഇതുവരെ ഔദ്യോഗികമായിട്ട് ഹാജരാകാനായിട്ട് നിർദ്ദേശിച്ചിട്ടില്ല എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കോടതിയുടെ തീരുമാനം വരട്ടെ, മറ്റു കാര്യങ്ങൾ പറയാനില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിലവിലെ സാഹചര്യങ്ങളുള്ള ജാഗ്രത ഇവിടെ വ്യക്തമാക്കുന്നതാണ്. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുലിനോട് നേരത്തെ പത്തനംതിട്ട ജില്ല വിട്ടുപോകരുത് എന്ന് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിരുന്നു. ഈ നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങളെയൊക്കെ തന്നെ മറികടന്ന് അദ്ദേഹം പാലക്കാട്ടേക്ക് പോകുന്നതിലൂടെയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സന്ദേശങ്ങൾ ചർച്ചയാകാനായിട്ട് സാധ്യതയുണ്ട്. വ്യക്തിപരമായ ആരോപണങ്ങൾക്കും നിയമ നടപടികൾക്കും ഇടയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ സ്വാധീനം നിലനിൽക്കുന്നുവെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തന്നെ തെളിയിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തരംഗം അസ്തമിച്ചുവെന്ന് വാദിച്ചവർക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമയുടെ നോർത്ത് വാർഡ് രാഹുൽ മാങ്കൂട്ടം MLA സ്വന്തം വാർഡാണ്. ഈ നിർണായക വാർഡിൽ UDF സ്ഥാനാർത്ഥി പ്രശോഭം 397 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിച്ചത് അദ്ദേഹത്തിനെതിരെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള ജനകീയ മറുപടിയായി ഇവിടെ വിലയിരുത്തപ്പെടുകയാണ്. ഗുരുതര ആരോപണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ നേരിട്ടെങ്കിലും അദ്ദേഹം പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് പ്രചരണ പരിപാടികളിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമായിരുന്നു. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ വാർഡ് UDF നിലനിർത്തിയത് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ അത് രാഹുൽ തരംഗത്തിൻ്റെ പ്രാദേശിക സ്വാധീനം വ്യക്തമാക്കുന്നതാണ്. പാലക്കാട് നഗരസഭയിൽ BJPക്ക് തുടർച്ചയായി 3ാം തവണയും ഭരണം നിലനിർത്താനായിട്ട് കഴിഞ്ഞുവെങ്കിലും UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രകടനം അഭിമാനകരമാണ്. 52 വാർഡുകളുള്ള നഗരസഭയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പല വാർഡുകളിലും നടന്നത് തന്നെ. അന്തിമഫലം വന്നപ്പോൾ BJPക്ക് 27 സീറ്റുകളും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFന് 15 സീറ്റുകളും നേടാനായി. കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റ് കുറവായിട്ടും BJPക്ക് ഭരണം ലഭിച്ചു. 2015 അധികാരത്തിൽ വന്നപ്പോൾ BJPക്ക് 24 സീറ്റുകളാണ് ലഭിച്ചിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടം MLA മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും പാലക്കാട് നഗരസഭയിലെ ജനവിധി യുവത്വത്തിനും കോൺഗ്രസിനും അനുകൂലമായിട്ടുള്ള ശക്തമായ പ്രതിരോധം തീർക്കാനായിട്ട് UDFന് കഴിഞ്ഞതിൻ്റെ തെളിവായി ഇവിടെ വിലയിരുത്തപ്പെടുകയാണ്. രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെട്ട സംഭവങ്ങൾ നിയമപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നിരവധി മാനങ്ങളുള്ള ഒരു വിഷയമാണ്. ഒരു വശത്ത് ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായിട്ടുള്ള വെല്ലുവിളികൾ നിലനിൽക്കുന്നു. മറുവശത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക സ്വാധീനം ജനവിധിയിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടു. BJP നേതാക്കന്മാർ ഉൾപ്പെടെ അദ്ദേഹത്തെ കാണാനായിട്ട് MLA ഓഫീസിലെത്തിയിരുന്ന പഴയ സാഹചര്യത്തിൽ നിന്നും ഇന്ന് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോലീസ് പായുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയത് ശക്തമായ രാഷ്ട്രീയ വിരോധാഭാസമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ സംഭവ വികാസങ്ങൾ സംസ്ഥാനത്തുടനീളം വലിയ മാധ്യമ ശ്രദ്ധ നേടുകയും പൊതുസമൂഹത്തിൽ സജീവ ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൻ്റെ നിയമപരമായിട്ടുള്ള അന്ത്യവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റവും ഇനിയുള്ള ദിവസങ്ങളിൽ സസൂക്ഷ്മം നിരീക്ഷിക്കപ്പെടുന്ന വിഷയങ്ങളായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.